ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് നോങ് നോൺ ചാച്ചാൽ വന്നേക്കാണ്. ഇവിടെ ഫുൾ എലിഫന്റ് പ്ലേയിങ് ആണ്, അതായത് ആനക്കളി. അപ്പൊ നമ്മൾ കുറേ പേരുണ്ട് ഇവിടെ. റെഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ആനകളുടെ ഒരു ഇത്. അപ്പൊ എല്ലാരും ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു, ഇങ്ങനെ നടന്നു. അപ്പൊ അമ്മേനൊക്കെ ചിൽ മൂടായിരുന്നു. അങ്ങനെയൊക്കെ ഇവിടെ പച്ച ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, റെഡ് ഡ്രസ്സ് ഇട്ടിട്ടുള്ള ആന ഉണ്ടായിരുന്നു. എല്ലാരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന്. പിന്നെ നമ്മൾ വേറെ സ്ഥലത്ത് പോയി. ആ സ്ഥലം നിറയെ പോണ്ടും അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒറിജിനൽ ആണെങ്കിൽ ഡ്യൂപ്ലി ആനകളായിരുന്നു ഒക്കെ. ഇവിടെ പിന്നെ കുറെ എന്തോ ശില്പികൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ അവിടത്തെ മറ്റേ ഇങ്ങനെ ആക്കണ സ്ഥലത്ത് പേര്. പിന്നെ ഈ ഉണ്ട മനുഷ്യനൊക്കെ കണ്ട്, ഇയാളെ പരിചയത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ബുദ്ധനെ കണ്ടു, പിന്നെ കുറെ മാന് കണ്ട്, അങ്ങനെ കുറെ അനിമൽസ് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറെ ഉണ്ടായിരുന്നു. കഴിവൻ ഇവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്ക. പിന്നെ കുറെ ഫ്രൂട്ട്സ് അല്ല, ചെടികളായിരുന്നു. നമ്മൾ പോകുമ്പോ ഇവിടെ വേറെ കുറെ ചെടികൾ കാണുന്നുണ്ട്. അവിടെ ലെഫ്റ്റും റൈറ്റും തെക്കും വടക്കും പടിഞ്ഞാറും ഒക്കെ ചെടികളാണ്. മുകളിന്ന് ചെടികൾ, അടിയിന്ന് ചെടികൾ, സൈഡില് ചെടികൾ. ഇവിടെ അത് കുറെ ഇലയില്ലാത്ത ചെടികള്, ഫുൾ ഓഫ് ചെടീസ് ആണ്. പിന്നെ പല നിറത്തിലുള്ള ഇലകളുണ്ട്, മുൾച്ചെടികളുണ്ട്. കുറെ വട്ടത്തിലും ത്രികോണത്തിലും ഇല്ല, വട്ടത്തിലും മാത്രം. പിന്നെ ഇവിടെ ഒരു ബുദ്ധനൊക്കെ കാണുന്നുണ്ട് ഗൈസ്. തൊപ്പി വെച്ച ബുദ്ധൻ, തൊപ്പി ഇടാത്ത ബുദ്ധൻ. പിന്നെ നമ്മുടെ ഡൈനോസോർ, നമ്മൾ ജുറാസിക് പാർക്കിലൊക്കെ കാണുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി. പിന്നെ അവിടെ ഒരു പണ്ടത്തെ ആമ മാതിരിയുള്ള 5 രൂപയുടെ അങ്ങനെ എസ്പ്രസ്സോ ഒക്കെ കുടിച്ച് പിന്നെ കസ്റ്റമൈസ് ചെയ്യുന്ന ഫോൺ കേസിന്റെ ടീമൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ നടന്ന് കാണാനുള്ള സ്ഥലങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, നടന്ന് ഇവരുടെ തന്നെ കുറേ ഇവർ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടു തീർക്കാൻ തന്നെ കുറേ ടൈം എടുത്തു കേട്ടോ. ഒരു ദിവസം മൊത്തം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു എന്നുള്ളത് വേണമെങ്കിൽ പറയാം. ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിരുന്നു. ഗാർഡൻ ആണെങ്കിൽ തന്നെ പല ഷോസ് ആണെങ്കിൽ തന്നെ അത്ര ക്ലീൻ ആയിട്ടും നല്ല സെറ്റായിട്ടും അവർ പരിപാടികൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. നല്ല കറക്റ്റ് ടൈം മാനേജ്മെന്റ് ആട്ടോ. നമ്മൾ ഇന്ത്യയിലെ പോലെയൊന്നും അല്ല, അടിപൊളിയാണ് കേട്ടോ അവിടെ. പിന്നെ കാറിന്റെ ഒക്കെ കുറെ എക്സിബിഷനോ അങ്ങനെ എന്തോ ഒരു സംഭവം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ റൂമിലോട്ട് ഇനിയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ രാത്രി ഏതോ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. ആസ് യൂഷ്വൽ ചോറും രസവും ചപ്പാത്തിയും പനീറും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം റൂമിലെത്തി. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ. ബൈ.